ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അൺനോണമല്ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എപ്പിസോഡ് 3 ആണ്. ഇന്നത്തെ നമുക്ക് വീട് ബിൽഡ് ചെയ്യണം. കഴിഞ്ഞ വീഡിയോയിൽ വീട് ബിൽഡ് ചെയ്യാൻ നോക്കിയിട്ട് നടന്നില്ല. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് എങ്ങനെയെങ്കിലും അതിൻ്റെ വീട് ബിൽഡ് ചെയ്യണം. വെള്ളമെടുക്കുക. വെള്ളം കിട്ടിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇത്രയും സാധനം കളക്ട് ചെയ്ത് വെച്ചിട്ട്, പക്ഷെ ഇതൊന്നും പോരാ. ഇവിടെ കുറച്ചുകൂടി വേറെ സാധനങ്ങളൊക്കെ വേണം. എന്തായാലും കുറച്ചുകൂടി കളക്ട് ചെയ്യുക. ഇതുള്ളത് ഇപ്പം ഒന്ന് ചെയ്യാം. അതിന് മുമ്പേ ഗൈസ് നമുക്ക് ഇത് ഒരു ആക്സ് ഉണ്ടാക്കണം. ആക്സിൻ്റെ എല്ലാ ആവശ്യം വരും ഇപ്പോൾ. അയ്യോ, സ്റ്റോൺ ഇവിടെ എടുത്തിരുന്നു. അയ്യോ, പോയി. അതുണ്ട്. ഇപ്പം ഒരു ആക്സ് ഉണ്ടാക്കണം. ബാക്കിയുള്ള വുഡിൻ്റെ അകത്ത് ഇത് സ്റ്റിക്കിൻ്റെ അകത്ത് നോട്ടെ. ബാക്കിയുള്ളത് വെച്ച് നമുക്ക് വീടുണ്ടാക്കി തുടങ്ങാം. ഏകദേശം ഒരു ഹൈറ്റ് ഹൈറ്റ് ഒന്നും കൂടെ എത്ര വരെ എങ്ങനെ ഉണ്ടാക്കി പോകാം. അപ്പോൾ ഇത് മുഴുവൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്കിനി കാണാം. അപ്പം നമ്മളിതാ വീട് ഇത്രയും ആക്കി എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടി ഇട്ടാ പോയി കളക്ട് ചെയ്തിട്ട് ഇങ്ങനത്തെ എല്ലാ കോർണറിലും ഇങ്ങോട്ട് വെക്കാൻ വിചാരിച്ചു. ഇത് വെച്ചിട്ട് ഇതാക്കാം, സ്ട്രിപ്പ് ചെയ്യും. ഇങ്ങനെ വെക്കുകയല്ലോ ബാക്കി. എല്ലാ സൈഡിലും വെച്ചിട്ടാണ് നമ്മളെല്ലാ സൈഡിലും നമ്മൾ ആക്കി വെച്ചിട്ട് ആ സൈഡിലാക്കി വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ലൊക്കേഷൻ ആയിട്ട് ഇവിടെ ഞാൻ ഈ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് ഇതിലേക്ക് ഇങ്ങനെ ഇതായിട്ട് കാണും. ഡോറ് ഞാൻ ഏകദേശം ഇതിലൊക്കെ ആയിട്ടാണ് വേണ്ടത്. ഈ നടുഭാഗം എടുത്തിട്ട് നമ്മൾ ഡോറിൻ്റെ ആക്കി വെച്ചിട്ട് ഇപ്പോൾ മുന്നിൽ നമ്മൾ കുറച്ച് ഇതൊക്കെ വെച്ചിട്ട് ഇത് കൂടി ആക്കി വെക്കണം. അതേപോലെ ഇതിവിടെ ഗ്ലാസ് വെക്കണം. നല്ല ഇതിലേക്ക് നല്ല ഇത് കാണാൻ ഇത് എത്രയും വലിയ ഗ്ലാസ് വെക്കണം. ഹൈറ്റ് വേണം. ഇതൊക്കെ നടന്നത് പിന്നെ രണ്ട് സെപ്പറേറ്റ് നമുക്ക് ഡോറിൻ്റെ അടുത്ത് വെച്ച് കൊടുക്കണം. ഇത് സെപ്പറേറ്റ് ഉണ്ടാക്കാം. രണ്ട് സ്വിച്ചും കൂടി ഉണ്ടാക്കണം. ഇത് വെക്കാൻ ഫസ്റ്റ് വെച്ചാൽ ഒരു പൊട്ടല്ല. നോക്കി എത്രയും നേരത്തെ പോയി അപ്പുറത്തേക്കുണ്ടാകും. പോയോ? ഇഷ്ടം എന്തേ ഉണ്ടാക്കി ആടെ വന്ന് പൊട്ടുന്നത് പൊട്ടി പൊട്ടിച്ച് അതിനകത്ത് പ്രശ്നം നോക്കാം. അശ്യോ ചോറ് തന്നെ മാറ്റിത്തരാം. നമുക്ക് ചായക്ക് മാറ്റി. അയ്യോ എപ്പോഴും പോയാണ് ഇത് കുറവാണ്. അത് ഒരച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ റൂഫ് മേൽക്കൂരം ചെയ്യണം. അതിന് മുമ്പേ അതിൻ്റെ സൈഡിൽ നമുക്ക് ഈ ചെയർ കേസ് വെച്ച് കൊടുക്കാം. അതിൻ്റെ സൈഡ് കൂടി എന്നാൽ സെറ്റ് ആയിപ്പോൾ കുറച്ചതിന് കുറേ വേണ്ടി 48 എടുത്തേക്ക് 48 വെച്ച് നോക്കാം. അപ്പോൾ ഇത് വലിയ പോയി മിന്നെ ലേറ്റായി ക്രീപ്പർ. അയ്യോ ഞാനല്ലേ ഇതിങ്ങനെ കഴുത്തിൽ കൊടുത്ത് വെച്ച് പോകാം. അപ്പോൾ അതിൻ്റെ മേലോട്ട് ഞാനിങ്ങനെ കയറണല്ലോ. അയ്യോ ഒരു ക്രീപ്പർ അതിൻ്റെ ഉള്ളിലുണ്ട്. ഞാനിപ്പോൾ ക്രീപ്പർ ആക്കി സ്ഥലത്ത് കിടക്കാൻ പറ്റുമോ? നോക്കി നോക്കാം. അയ്യേ ഗ്ലാസ് എങ്ങനെയെങ്കിലും വെക്കണം. ഒരു സ്റ്റാൻഡ് കറക്റ്റ് ചെയ്യേണ്ടി വരും തോന്നി. ഉള്ളിൽ ഇപ്പോൾ പോടാ
ഞാൻ വീണു. ഇപ്പോൾ ഞാൻ വീണു. അയ്യോ പോയേനെ ഗൈസ്. സോംബി എൻ്റെ ഇടയ്ക്ക് കയറി വന്ന് ആക്കി കാണാം. ക്രീപ്പർ പോയോ? ഗൈസ് ക്രീപ്പർ ബാക്കിൽ നിന്ന് നിങ്ങൾ ഒട്ടിപ്പോയി. ഇവിടെ വലിയൊരു കുയ്യോ ആൾ കളഞ്ഞിട്ട് ഗൈസ് ഇവിടെ വലിയ പാലം പണിട്ട് കൊടുക്കാം. അതിൽ ഇനിയിപ്പോൾ ഇങ്ങോട്ടുള്ള വഴി എൻ്റെ ബീച്ചിലേക്ക് ആരും കടക്കാൻ ഇതോളം കൂടി വെച്ചിട്ടാണ്. ഗൈസ് നമ്മുടെ ഇപ്പോഴത്തെ ബീച്ച് സെറ്റാണ്. ആരും ഇങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടി ഇതൊന്ന് പഠിച്ചു കൊടുക്കാം. ഇപ്പോൾ ശവലും പോയി നമ്മൾ പൊക്കിയൊന്നുമില്ല. നമുക്കിപ്പോൾ നമ്മുടെ ഈ ചെറിയ ബീച്ച് വെള്ളത്തിലെ സെറ്റാക്കി കിട്ടണം. നമ്മളുടെ ചെറുതും വലുതുമായ ബേസ് സെറ്റാണ് ഇവിടെ. ഇവിടെയും കൂടി വെച്ച് കൊടുക്കാം. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ബേസ്. ഇവിടെ പക്ഷേ പേര് വെച്ചെടുക്കാൻ തല ബാക്കി എന്നതാണ് ഉണ്ടാക്കുമ്പോഴായിരുന്നു. നെട്ടൊന്നുമില്ല ഇപ്പോൾ എടുത്തു. ഇതിൽ ക്ലീപ്പ് ഉണ്ടോ നോക്കാം. അയ്യോ ആദ്യമൊന്നും കിട്ടിയില്ല. ക്ലീപ്പൊന്നും പുറത്ത് നോക്കാൻ പറ്റി. സ്റ്റേർന്ന് കൊള്ളായിരുന്നു. ഇല്ല വെയിറ്റാക്കാൻ ഇതൊന്നും ശരിയില്ല. നമുക്ക് ഷവൽ പോയി ഉണ്ടാക്കിയോ പൊട്ടണമെങ്കിൽ ഇത് നോക്കണ്ടായിരുന്നു. അയ്യോ ഗൈസ് പോയി. അയ്യോ സോംബിക്ക് വരാണ്ട നേരോ. ഇപ്പോൾ പോയേനെ. നമുക്കിനി കുറച്ചുകൂടി സ്റ്റെയർ കേസ് ഉണ്ടാക്കിയിട്ട് വരണം. 2 എണ്ണം കൂടി എത്താനും മതിയെന്ന്. അയ്യോ ഇവിടെ നമുക്ക് എന്തൊക്കെയോ വരുന്നുണ്ട്. പോടാ ഇന്നെ കൊല്ലാൻ വന്നിക്ക്. സ്റ്റെയറിൻ്റെ സംഭവം കുറച്ചുകൂടി വേണമായിരുന്നു. അപ്പം നമ്മളുടെ 1 ലാഖിൻ്റെ അടുത്ത് വന്ന് ബേസിൻ്റെ അടുത്ത് പോയിട്ട് ഉണ്ടാക്കാം സ്റ്റെയർ. ഇതിൽ വുഡുണ്ട് 4 എണ്ണോ 8 എണ്ണമൊക്കെ മതി. ആ കൂടിപ്പോയെങ്കിൽ ഒന്ന് ആവശ്യം വരും എന്തായാലും ഉറപ്പാണ്. പിന്നീട് ഒരു എൻ്റർമാൻ നടക്കുന്നുണ്ട്. ഇത് ലൈഫില്ലല്ലോ. അപ്പം ഇവിടെയും കൂടെ ഒന്ന് കയറുക. 2 എണ്ണം വെക്കാനില്ലേനു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ റൂഫ് കൂടി വെച്ച് കൊടുക്കണം. ഷവൽ ഉണ്ടാക്കിയില്ലാന്ന് തോന്നുന്നു. മറന്നുപോയി. ഇനി അടിയുള്ളതെന്ന് വെച്ചാൽ കപ്പിടുന്നുണ്ട്. എഴുന്നുണ്ട് അത്രേ ഉള്ളതെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് റൂഫും കൂടി ചെയ്യണം. അതിന് കുറച്ചുകൂടി ഇത് പോയി കളക്ട് ചെയ്ത് വെക്കണം. ഞാൻ വിചാരിച്ച റൂഫിൻ്റെ കളർ മാറ്റിയാലോ, മറ്റേ ടൈപ്പ് വുഡാക്കാമെന്ന് വിചാരിക്കുകയാണ്. ലൈറ്റ ടൈപ്പ്. അത് അത്യാവശ്യം കുറേ എണ്ണം കിട്ടുന്നുണ്ട്. എന്തായാലും തീർക്കാൻ ബാക്കി എനിക്ക് എന്തൊക്കെയോ സാധനങ്ങൾ ഇട്ടിയൊക്കെ അതിൻ്റെ അകത്ത് വെക്കാം. ഇന്ന് ഇതൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. എനിക്കിപ്പോൾ ഒരു കാര്യം വന്നാൽ പോയോ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് അങ്ങ് മറന്നു പോയി ഗൈസ്.
നമുക്ക് ഇതൊക്കെ ഈ ചെസ്റ്റിലേക്കെല്ലാം വെച്ച് കളയാം. ഇനി റൂഫിങ് ചെയ്യാം. സ്ലാബ് ആക്കിയാണ് ഗൈസ് നമ്മൾ വെക്കുന്നത്. അതിനെ കൊണ്ട് കളക്ട് ചെയ്യാം. അപ്പം എന്തായാലും നമ്മൾ കുറച്ചുകൂടി മുറിച്ച് വന്നിട്ട് ഇതും കൂടി സ്ലാബാക്കിയിട്ട് ആക്കാം. ഇപ്പം ഉണ്ടാക്കി വെച്ചിട്ട് അതിന് മുമ്പേ ഇവിടെ കുറച്ച് വഴിയും കൂടി ചെയ്ത് വെക്കാം. തൽക്കാലത്തേക്ക് ഈ വഴി വെച്ചേക്കാം. ഈ ഒറ്റക്കുന്നില്ല. ഡേറ്റ് നമ്മളുടെ അടുത്ത് അത്യാവശ്യമുണ്ട്. ഇവിടെ ഒരു വലിയ മലയില്ലേ, ഞാൻ ക്ലിയർ ചെയ്തപ്പോൾ അങ്ങനെ ഇവിടെ ഒരു വഴിയായി. സുഖം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. ഇവിടെ മരമില്ലല്ലോ. ഇതുകൂടി ഞാൻ തീർത്ത് കളയാം. തികയില്ലേ? തികയുമായിരിക്കും. ഓ ഗായ്സ്, കറക്റ്റ് പറയാം, കറക്റ്റ് സാധനം. നമുക്കെന്തായാലും ഇപ്പോൾ ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ പറ്റൂലയും, എന്താ പറയുക, ഗ്ലാസ് വെക്കാൻ പറ്റൂലയും. തൽക്കാലം നമുക്ക് അപ്പോഴത്തേക്ക് മൂപ്പൊന്നും കയറാണ്ടിരിക്കാൻ വേണ്ടി നമുക്കിത് വെച്ചിട്ട് കാര്യം പറ്റേ ഇമ്പുള്ള ഈ ബേസില്ലേ ഇതൊന്നും ആക്കാണ്ട് ഇവിടെ വെക്കുക. അവിടെ വേറെ ചോട്ടെ, ഇതൊരു ഓർമ്മയ്ക്ക് ഇവിടെ അങ്ങ് വെക്കാമോ, ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഓർമ്മയ്ക്ക് വേണ്ടി ഇത് വെക്കാൻ പോകാം. ശബലല്ലേ നമുക്ക് ബാക്കിയൊന്നും നോക്കിയില്ല നോക്കാം. ചെസ്റ്റ് ഫുള്ളായല്ലോ. എവിടെ ഒരു ചെസ്റ്റ് ഉണ്ടാക്കി വെച്ചു ഇതിൻ്റെ സ്ഥലത്ത്. അയ്യോ, എന്തോ ഈ റോഡ് നടക്കുന്നു. അയ്യോ, കുറച്ച് ടോർച്ച് ഉണ്ടായില്ലോ. ടോർച്ച് ഒന്ന് വിളിച്ചാക്കാൻ വേണ്ടി അതെ ടെസ്റ്റ് വെക്കാൻ. അയ്യോ, അറിയാണ്ട് ഉറങ്ങിപ്പോയി. ചെസ്റ്റ് എടുക്കാൻ നോക്കിയാണ്. അപ്പോൾ ഡബിൾ ടെസ്റ്റ് ആക്കാം. ഇനി ഇവിടെ കുറേ സ്റ്റോറേജ് ഇല്ലേ, ഒക്കെ ഇവിടേക്ക് വെക്കാം. ഒരാഴ്ചയുള്ളവരൊന്നും എടുത്തു പോവാം. അയ്യോ,
അയ്യോ പോടാ നോക്കണം. അയ്യോ ജമക്കാസ് കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം അതിനെ കൊന്നിരിക്കുന്നു. ഇപ്പോൾ വേറെ ക്രീപ്പർ അവിടെ സ്പോണായി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുറേ മോബില്ല, അതിനൊക്കെ ഇനി പുറത്തെടുക്കണോ? ഇപ്പോൾ എല്ലാം പോയി. കുറച്ച് ടോർച്ച് വെക്കാം. ഇനി ഒന്ന് സ്പോണാക്കിയിരുന്നാൽ അതിൻ്റെ ഉള്ളിൽ ഇത്രേ പറയുള്ളൂ. ജമോ നേരത്തെ സ്പോണായി ഫുള്ള് പണിയായി. ഇനിയൊന്നും സ്പോണാവില്ല. എനിക്ക് പിക്കാക്സൊക്കെ പോയിന്ന് തോന്നുന്നു. പോയോ? മറ്റേ ഇതിനെ കൊന്നപ്പോൾ കിട്ടിയതാ. അപ്പോൾ പിക്കാക്സ് പോയല്ലോ. ഇനി പിക്കാക്സ് ഉണ്ടാക്കി വെക്കാൻ കഴിയില്ല. ഏതൊക്കെയോ ഡോങ്കീസ് കറങ്ങുന്നുണ്ടല്ലോ. കൊണ്ടുപോയി ഇനി കുറേ സാധനം ഉണ്ടാത്തിന് തിരിച്ചേക്ക്. ഇനി നല്ലോണം വെക്കണം. ഇതൊക്കെ എന്തിനാന്നായിരിക്കും അറിയാം. കൈ കിട്ടിയ ഇതിൻ്റെ അകത്ത് വെച്ചതല്ലോ. അയ്യോ, ഇത് റോട്ടൺ ഫ്രഷ്, കുറച്ച് വുഡ്, സ്റ്റോണ്. ഇനി നമുക്ക് ഗ്ലാസ് ഉണ്ടാക്കണം. ഗ്ലാസ് ഉണ്ടാക്കൽ പരിപാടിയിലേക്ക് കിടക്കാം. ഇനി അതിന് മുമ്പേ ഇത് പിക്കാക്സും കൂടി ഉണ്ടാക്കി വെക്കാം. അതാണ് ബാക്കി വന്നതൊക്കെ ഇതിൻ്റെ അകത്തേക്ക് തന്നെ തിരിച്ചു വെക്കാം. ഇതാ സ്റ്റോണ് എല്ലാം നടന്നോട്ടെ. ഇപ്പോൾ സെറ്റായിരിക്കും. ഇനി കുറച്ച് സാൻഡ് കളക്ട് ചെയ്ത് വരാം. രാത്രിയാവാൻ ഞാൻ People go to guys. Ayo zombie bagi zombie. Guys jangan kayak gitu. Jadi, ini basic lagi kena pon.
ഫുൾ ക്രീപ്പർ ആയിട്ട് എങ്ങനെയാണല്ലോ ക്രീപ്പർ ആയി നോക്കിയിരിക്കുന്നത്. രാത്രി ആയിരിക്കും എനിക്ക് ബെഡ് കഴിക്കും എല്ലാത്തിനും ഇന്നുണ്ടാക്കി ആരാണ് കൂടുതൽ ഒറ്റ തിരിഞ്ഞു നോക്കരുത്. ഹെൽത്തൊക്കെ ഉള്ള ശേഷം നമുക്ക് കുറച്ച് ഡിഫറെൻ്റ് ആക്കാം. കൊണ്ട് നമുക്ക് ഇവിടെ വീട്ടിലെങ്ങനെ നിൽക്കണം. അതേ കഴിഞ്ഞോട്ടം പോലെ വന്നിട്ട് അവിടെ വന്നിട്ടില്ല വായിച്ചിന്. ഇനി നമുക്ക് സാൻഡ് കത്തിക്കാൻ എടുത്താൽ മതിയെന്ന് ഞാൻ അറിയിക്കുന്നത്. സാൻഡ് അതൊക്കെ മതി കത്തിക്കാം. അപ്പോൾ അത് കത്തുന്ന നമുക്ക് കാത്തി നിൽക്കാം. നമ്മളിലേക്ക് ചെയ്യാം. അപ്പം ഗൈസ് നമുക്ക് ആവശ്യമുള്ള ഒരു 35 ഇത് കിട്ടി ഈ ഗ്ലാസ്. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിന് പോയി വെക്കുന്നത്. ഇവിടുത്തെ ഈ ഗ്രാസ് ബോർഡൊക്കെ മാറ്റിയിട്ട് വെക്കണം. ഇനിയിപ്പോൾ ഇവിടെ നിരത്തി വെച്ച് കൊടുക്കണം ഗൈസ്. ഇരുട്ടാവാനായി ഇന്നെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഉറങ്ങണം. കുറെ കാലമായി വീടുണ്ടാക്കാൻ തുടങ്ങി. അപ്പം നമ്മളിത് ഇവിടെ അങ്ങനെ ആക്കി. ഇനിയിപ്പോൾ ഇവിടെ ഒരു ജനാല പോലത്തെ വിൻഡോ കൊടുത്താലോ എന്ന് ആലോചിക്കുക. ഇവിടെ അങ്ങനെ ഒരു ഇത് കൊടുത്തേക്ക്. ഇനി ഇവിടെയും കൂടി വേണം കൊടുക്കാം. അത്യാവശ്യം ഒരു വലിപ്പമൊക്കെ ഉള്ള ഒരു ഇത് കൊടുക്കാം. അത്രയൊക്കെ മതിയായിരിക്കും. സൂക്ഷിച്ച് വെച്ചില്ല ഇങ്ങനെ ഉണ്ടാവും. ഞാനിപ്പം വോട്ട് ചെയ്യാനല്ല, വെറുതെ ആടെ ഗ്ലാസ് പോയി കുറേ നേരത്തെ കഷ്ടപ്പാടായി. നമുക്കിങ്ങനെ അയ്യോ പുറത്ത് അവിടെ പോയി ഉറങ്ങാൻ നടക്കൂല. ഒരു ക്രീപ്പർ ആടെ ഉണ്ടായിരുന്നു. ക്രീപ്പർ അറ്റപ്പം പൊട്ടിത്തെറിച്ചിട്ടുണ്ടെല്ലാം. അപ്പം ക്രീപ്പർ പുറത്തുണ്ട്. അയ്യോ ക്രീപ്പർ പുറത്തുണ്ട്. ഗേജല്ലേ പുറത്ത് ചെയ്യാനാവില്ല. അച്ഛന് ഹോട്ടലിലേക്ക്. ഇനി നമുക്ക് ഈ ബേസ് എന്തായാലും ഇവിടെ വെക്കട്ടെ. നമുക്ക് വേറെ ബെഡൊക്കെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് വഴി വെട്ടി വന്നവനുണ്ടാവും പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോയി. അത് ഞാൻ കാത്ത് പാട് നിൽക്കുന്നുണ്ടാവും. 2 ബെഡ് ഇതിപ്പോൾ എനിക്ക് ചില ചുവന്ന കളറാണ്, ചുവപ്പ് കളറാണ് ഇഷ്ടം. ചുവപ്പ് ബെഡാക്കാം 2 എണ്ണം. 2 ബെഡ് കൂടി എടുക്കാം. 1 ആയിട്ടുണ്ട് കൂടി എടുക്കാം. എന്നിട്ട് നമ്മളെ വീട്ടിന് വെച്ചെടുക്കാം. ഞാൻ ആലോചിക്കാം മഞ്ഞ ബെഡ് കഴിച്ച് ജോബാക്കാൻ പറ്റുമോന്ന്. അത് നമുക്ക് നോക്കാം ജോബാക്കാൻ പറ്റുമോ. കുറച്ച് ഇതും കൂടി എടുത്ത് ഡൈ ഉണ്ടാക്കാം. എന്നിട്ട് ജോബാക്കാം. 2 ഉള്ളൂ ഗൈസ്. ബാക്കിയെല്ലാം ഇവിടെ കുറേ കിട്ടുകയാണ്. അതാ ഗൈസ് ഇവിടെ ഉണ്ട്. ഒന്ന് ആടെ ഞാൻ നട്ടും പോയി. കിട്ടിയ ഇത് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാം. ഇതാണ് ഗൈസ് ന്യൂ എൻട്രൻസ്. മേലോട്ട് പോകാനുള്ള ഇത് വെറും തൽക്കാലത്തേക്ക് വെച്ചതാണ്. ക്രീപ്പർ പോയായിരിക്കും അറിയാം.
ഗൈസ് ക്രീപ്പർ കൊണ്ടുവന്ന് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം ചുവന്ന 2 ബെഡ്. ബെഡ് ഇനിയിപ്പോൾ ആദ്യം നമുക്ക് ഡൈ ഉണ്ടാക്കാം. ഡൈ എങ്ങനെ ഉണ്ടാക്കാം? എവിടെയും 5 ഉണ്ടാക്കാം. ഇനി നമുക്ക് 2 ചുവപ്പ് ബെഡ് ഉണ്ടാക്കാം. കറക്റ്റ്. ഇത് ഇവിടെ 2 ക്രാഫ്റ്റിംഗ് ടേബിൾ 2 ഉണ്ടാക്കാം. പിന്നെ ഫർണേസ് 2 ഉണ്ടാക്കാം. ബാക്കിയൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ വെച്ചോ. ഇതൊക്കെ മതിയായിരിക്കും ഇപ്പോൾ. നമുക്ക് ഈ ബെഡ് ഇടയ്ക്ക് വെക്കണം. ഏകദേശം ബെഡ് ഇവിടെ വെച്ചാൽ അല്ലെങ്കിൽ ഈ ഭാഗത്ത് വെക്കണോ ഈ ഭാഗത്ത് വെക്കണോ? ഗ്ലാസ് ആയിട്ട് അടുപ്പിച്ച് വെച്ചാലോ? ഇവിടെ 2 വെച്ച് കൊടുക്കാം. നടുവിൽ കറക്റ്റ് കണ്ടോ? കിടക്കാൻ നേരത്ത് വേണം പുറത്ത് വെക്കാൻ നോക്കി കിടക്കുകയും ചെയ്യാം. ഈ ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ ഏത് സ്ഥലത്ത് വെക്കുകയും ചെയ്യണം. 2 ഫർണേസ് എടുക്കുക. ഫർണേസ് ഇതാ 2 ക്രാഫ്റ്റിംഗ് ടേബിള് 2 ഫർണേസ് സെറ്റ് ഗൈസ്. ഇനി കുറച്ച് ചെസ്റ്റ് വേണം നമുക്ക്. അയ്യോ വഴി മാറി ചെസ്റ്റ് ഉണ്ടാക്കണം. ഇനി ചെസ്റ്റ് ഉണ്ടാക്കുക. ഒരു 4 ചെസ്റ്റ് അങ്ങോട്ട് ഉണ്ടാക്കാം. 2 വീതം ആക്കി വെക്കുക. ചെസ്റ്റ് ഇത്രയും ഇങ്ങനെ ഗൈസ്. ഇനിയിപ്പോൾ ഇത്ര പോലെ വീഡിയോ. നമുക്ക് ടാസ്ക് നമ്മൾ ചെയ്തിരിക്കുന്നു. വീടൊക്കെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ ഇന്നത്തേക്കുള്ള വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ.